ഹായ് നമസ്കാരം. HSA ഫിസിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങും മുമ്പ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് മാത്സ്, ഹയർ സെക്കൻഡറി ലെവൽ ബേസിക് മാത്സ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പാർട്ട് ഓൾറെഡി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവിടെ ട്രിഗ്നോമെട്രിയെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ പാർട്ടിൽ ഡിഫറൻസിയേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുവാണെങ്കിൽ സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട് പോലുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകൾ എന്താണെന്നും അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിളുകളിലെ അതിൻ്റെ പ്രധാനപ്പെട്ട വാല്യൂസ് എന്താണെന്നും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഡിഫറൻസിയേഷൻ്റെ ബേസിക് ആയിട്ട് ഫിസിക്സിൽ വേണ്ട ഡിഫറൻസിയേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ്റെ പ്രോബ്ലം ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല ഫിസിക്സിൽ ചോദിക്കുക. പകരം എങ്ങനെയാ നമുക്ക് ഫിസിക്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരും. എവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സലറേഷൻ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആണ് എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ ഇത് ഡിഫൈൻ ചെയ്യുന്നു, ഡിഗ്രി ലെവലിൽ ഡിഫൈൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺസർവേഷൻ ലോസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ നമുക്ക് ഈ ബേസിക് സ്റ്റെപ്പുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തെല്ലാമാണ് ഡിഫറൻസിയേഷൻ്റെ ബേസിക് സ്റ്റെപ്പുകൾ? ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വാല്യൂ ആണ് കിട്ടുന്നത്. ഒന്നാമത് ഓർത്തിരിക്കുക. ഇഫ് k is a constant then dk/dx എന്ന് പറയുന്ന ഒരു 0 ആയിരിക്കും. കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. ദെൻ സെയിം കമ്പോണന്റിന് തന്നെ സെയിം ടൈമിനെ തന്നെ dx/dx ആണ് വരുന്നതെങ്കിൽ 1 ആയിരിക്കും ആൻസർ. dt/dt ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. ഓർത്തിരിക്കാവുന്ന പ്രധാനപ്പെട്ട ആശയമാണ്. ദെൻ വീണ്ടും അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ d/dx ഓഫ് kx എന്ന് എടുത്തു. അപ്പൊ k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് kനെ പുറത്തേക്ക് എടുക്കുന്നു. ദെൻ നമ്മൾ dx/dx എടുത്ത് കഴിയുമ്പോൾ 1 കിട്ടുന്നു. അങ്ങനെ k എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. ശ്രദ്ധിക്കണേ, അവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ പുറത്തേക്ക് എടുത്തു. അത് എവിടെയാ? പ്രോഡക്റ്റ് റൂളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ മുമ്പോട്ട് പ്രോഡക്റ്റ് റൂൾ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇത് ജനറൽ ആയിട്ടൊന്ന് ഓർത്തിരിക്കാവുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. d/dx ഓഫ് kx എന്ന് പറഞ്ഞാൽ k ആണ് അതിന്റെ ആൻസർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ 0 ആണ്. സെയിം കമ്പോണന്റ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ആണ് കിട്ടുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചു. ഇത് വെച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് സാധാരണ പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. അവിടെ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. d/dx ഓഫ് x റൈസ് ടു n, t ആണ് t റൈസ് ടു n, d/dt ഓഫ് t റൈസ് ടു n എന്നൊക്കെ എടുക്കുമ്പോൾ n x റൈസ് ടു n-1 എന്നാണ് എടുക്കുക. n x റൈസ് ടു n-1. അപ്പൊ d/dx ഓഫ് x റൈസ് ടു 5 എന്നാണ് എടുക്കുന്നത് വിചാരിച്ചു. x റൈസ് ടു 5 ആൻസർ എത്രയാ? 5x റൈസ് ടു 5-1 ദാറ്റ് ഈസ് 4. 5x റൈസ് ടു 4 എന്ന ആൻസർ കിട്ടും. nx റൈസ് ടു n-1 എന്ന് ഉള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ്. മറക്കരുത്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്, കോഷ്യൻ റൂൾ ഉണ്ട്. കോഷ്യൻ റൂളിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് റൂൾ എന്ന് ഓർത്തിരിക്കുന്ന നന്നായിരിക്കും. d/dx ഓഫ് f(x), g(x) രണ്ട് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ ആദ്യം f(x)ന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. f'(x) എന്ന് പറഞ്ഞാൽ f(x)ന്റെ ഡിഫറൻഷ്യൽ. ദെൻ ഇൻറ്റു g(x), f'(x) ഇൻറ്റു g(x) പ്ലസ് f(x) ഇൻറ്റു g'(x) രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ. ആദ്യത്തെ ഡിഫറൻസിയേഷൻ ഇൻറ്റു രണ്ടാമത്തെ പ്ലസ് ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ d/dx ഓഫ് uv ആണെങ്കിൽ u'(v) പ്ലസ് uv'. നമ്മൾ സിമ്പിൾ ആയിട്ട് ആ ഇക്വേഷൻ വെച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് നോക്കിയേ, ഡിവിഷൻ വരുന്ന സമയത്ത് d/dx ഓഫ് f(x) ഡിവൈഡ് ബൈ g(x) ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ f'(x) g(x) മൈനസ് f(x) g'(x) അവിടെ മൈനസ് ആണ്, ഡിവൈഡഡ് ബൈ g(x) ഹോൾ സ്ക്വയർ. നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ്. പ്രധാനമായിട്ടും നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ പഠിക്കുക. അതുപോലെ ആദ്യം കാണിച്ച റിസൾട്ടുകൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. f'(x) g(x) മൈനസ് f(x) g'(x) ഡിവൈഡഡ് ബൈ g(x) ഹോൾ സ്ക്വയർ ആണ് കോഷ്യൻ റൂളിനകത്ത് വരുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ u/v d/dx ഓഫ് u/v എന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? u/v എന്ന് എടുത്തു കഴിഞ്ഞാൽ u'(v) മൈനസ് uv' ബൈ v സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനറലി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ചില ഡിഫറൻസിയേഷൻ്റെ വാല്യൂസ് ഓർത്തിരിക്കേണ്ട വാല്യൂസ്. sin x-ന്റെ ഡിഫറൻഷ്യൽ cos x ആണ്. cos x-ന്റെ ഡിഫറൻഷ്യൽ മൈനസ് sin x ആണ്. tan x-ന്റെ ഡിഫറൻഷ്യൽ sec²x ആണ്. tan x-ന്റെ sec²x ആണ്. ഇത് മൂന്ന് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. കൂടുതലായിട്ട് പഠിച്ചു വെക്കാമെങ്കിൽ
സൈൻ കോസ് ടാൻ കഴിഞ്ഞാൽ കൊസീക്ക് സീക്ക് കോട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ആണെങ്കിൽ കൊസീക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് സ്ക്വയർ എക്സ് ആണ്. മൈനസ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് ഉണ്ട്, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് ആണെങ്കിൽ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. അവസാനത്തെ മൂന്നെണ്ണം പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആദ്യത്തെ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. സൈൻ എക്സിന്റെ കോസ് എക്സ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന്റെ സീക്ക് സ്ക്വയർ എക്സ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദെൻ ഡിഫറൻസിയേഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് ആദ്യം നോക്കൂ. ഇ റൈസ് ടു എക്സ് തന്നെയാണ് എക്സ്പോണന്റിന്റെ ഡിഫറൻസിയേഷൻ, അത് തന്നെയാണ് എടുക്കുന്നത്. ലോഗ് എക്സ് വരുന്ന സമയത്ത് സിമ്പിൾ ലോഗ് എക്സ് നോക്കൂ. ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. ഇനി മറ്റേ നമ്മളൊരു ബേസ് ഓഫ് 10 ഒക്കെ വെച്ചിട്ട് എടുക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് 1/log a × x എന്ന് എഴുതാറുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. log x 1/x എന്നുള്ള രീതിയിൽ സിമ്പിൾ ഡിഫറൻസിയേഷൻ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അതുപോലെ a റൈസ് ടു എക്സ് എന്ന് വരുന്ന സമയത്ത് a റൈസ് ടു എക്സ് log x ആണ്. a റൈസ് ടു എക്സ് log x ആണ്. ഇത് പ്രധാനം e റൈസ് ടു എക്സും log x ln x ബേസ് 10ന്റെ ബേസിൽ എടുക്കുന്ന സാധനം ln x. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സൈൻ കോസ് ടാനിന്റെ ഓർത്തിരിക്കുക. ദെൻ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും ഓർത്തിരിക്കുക. കോൺസ്റ്റന്റ് 0 ആണെന്ന് ഓർത്തിരിക്കുക. എക്സ് റൈസ് ടു n ഒരു കാരണവശാലും മറക്കരുത്, nx റൈസ് ടു n - 1 ആണെന്നും ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടും ഫിസിക്സ് പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മാത്സിലെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഇതേപോലെ ഇന്റഗ്രേഷന്റെ പാർട്ടുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ടോപ്പിക് ഇതുപോലെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും